നമസ്കാരം. ട്രൂ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 2.35 കോടി രൂപ അനുവദിച്ചതായി മോൻസ് ജോസഫ് MLA അറിയിച്ചു. SSLC പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കം. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ ബാങ്കുകളിലും ട്രഷറിയിലും എത്തിച്ചു. മത്സരയോട്ടത്തിനിടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഫർണിച്ചർ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും സമീപത്തെ തെങ്ങും ഇടിച്ചു തകർത്തു. ആവശ്യമായ രേഖകളുമായി എത്തിയാൽ സമയത്ത് വായ്പകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാങ്ക് അധികൃതർ. കടുത്തുരുത്തിയിലെ ടൗൺ ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ 2.35 കോടി രൂപ അനുവദിച്ചതായി മോൻസ് ജോസഫ് MLA അറിയിച്ചു. ബൈപ്പാസിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ പണം അനുവദിച്ചതോടെ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയേറും. ബൈപ്പാസിനായി സ്ഥലം നൽകുന്ന ഭൂ ഉടമകൾക്ക് പണം നൽകാൻ കഴിയുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ കഴിയും. കടുത്തുരുത്തി ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആവിഷ്കരിച്ച ടൗൺ ബൈപ്പാസ് നിർമ്മാണത്തിന് വസ്തു ഉടമകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊണ്ടത്. ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി റവന്യൂ വകുപ്പിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത്. കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടി സ്ഥലം നൽകുന്ന വസ്തു ഉടമകളുടെ വിവിധ രേഖകൾ പരിശോധിച്ച് തീർപ്പാക്കിയിട്ടുള്ളവർക്ക് പരമാവധി വേഗത്തിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഭൂമി വില നൽകുവാൻ കഴിയുമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഫലപ്രദമാക്കി മാറ്റുന്ന വിധത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായകരമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുതരുന്ന കുടുംബാംഗങ്ങൾക്ക് വസ്തു ഉടമകൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ട 2.5 കോടി രൂപ UDF സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ ഹെഡിൽ നിന്നും ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയോടെ 2.5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇത് ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുതരുന്ന എല്ലാ കുടുംബങ്ങൾക്കും അവർക്ക് ഗവൺമെൻറ് നിശ്ചയിച്ച വില കൊടുക്കുന്നതിന്. ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി 5 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മോൻസ് ജോസഫ് പ്രവർത്തിച്ചിരുന്ന സന്ദർഭത്തിൽ അനുവദിച്ചതിനു പുറമെയാണ് സർക്കാർ ഇപ്പോൾ സ്ഥല ഉടമകൾക്ക് നൽകുന്നതിനുള്ള ഫണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത്. മുമ്പ് അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ സ്ഥലത്തിന്റെ പണം നൽകിയാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കടുത്തുരുത്തിയുടെ മുന്നോട്ടുള്ള വികസനത്തിന് ബൈപ്പാസ് ഏറെ പ്രയോജനം ചെയ്യും. കടുത്തുരുത്തിയുടെ വികസനത്തിന് എക്കാലവും തടസ്സമായി നിന്നിരുന്ന ടൗണിലെ റോഡിന്റെ പരിമിതി ബൈപ്പാസ് പൂർത്തീകരണത്തോടെ മറികടക്കാനാവുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കോട്ടയം വൈക്കം റോഡിൽ ഏറ്റുമാനൂർ കഴിഞ്ഞാൽ ഏറ്റവും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന കടുത്തുരുത്തിയിലെ നിലവിലുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ബൈപ്പാസിനാവും. സമാന്തര പാതയില്ലാതെ മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതിയിലാണ് കടുത്തുരുത്തി ഇപ്പോഴുള്ളത്. കോട്ടയം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ എംപവേർഡ് കമ്മിറ്റി MLA എന്ന നിലയിൽ എൻ്റെ കത്തും കൊടുത്തിരുന്നു. സ്റ്റേറ്റ് ലെവൽ എംപവേർഡ് കമ്മിറ്റി ഈ തുക പാസ്സാക്കിയിരിക്കുന്നു. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് കടുത്തുരുത്തി ബൈപ്പാസിന് വേണ്ടി 5 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. ആ തുക ഇപ്പോൾ നിലനിൽക്കുകയാണ്. തുടർന്ന് പ്രവൃത്തി നടപ്പാക്കുന്നതിന് വേണ്ടി ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആ പണം വിനിയോഗിക്കും. വസ്തു ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉള്ള പണം അഡീഷണലായിട്ടാണ്, കൂടുതലായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ബൈപ്പാസിന് വേണ്ടിയുള്ള സ്ഥല ഉടമകളുടെ രേഖകൾ ഔദ്യോഗികമായി അവരുടെ ആധാരം മറ്റ് വിവിധ രേഖകൾ കളക്ടറേറ്റിൽ പരിശോധിക്കുകയുണ്ടായി. ലാൻഡ് അക്വിസിഷൻ വിങ് ഇത് സംബന്ധിച്ചുള്ള അവാർഡ് എൻക്വയറി റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇനി പണം റിലീസ് ചെയ്യും. SSLC പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കം.
പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ ബാങ്കുകളിലും ട്രഷറിയിലും എത്തിച്ചു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന SSLC പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചൊവ്വാഴ്ചയാണ് ഓരോ മേഖല തിരിച്ച് വിവിധ ബാങ്കുകളിലും ട്രഷറികളിലും എത്തിച്ചത്. കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിലേക്കുള്ള ചോദ്യപേപ്പറുകൾ കടുത്തുരുത്തിയിലെയും വൈക്കത്തെയും ട്രഷറികളിലും SBTയുടെ ശാഖകളിലും കോതനെല്ലൂർ SBTയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസ് സംരക്ഷണത്തിലാണ് ചോദ്യപേപ്പറുകൾ വാഹനത്തിൽ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. തിങ്കളാഴ്ച ആദ്യ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ അന്നേ ദിവസം രാവിലെ 9:30 സൂക്ഷിപ്പ് കേന്ദ്രങ്ങളിലെത്തി. എടുത്ത ശേഷം പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കും. പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ ചീഫ് സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും നേരിട്ടെത്തിയാണ് ചോദ്യപേപ്പറുകൾ പോലീസ് സംരക്ഷണത്തിൽ സ്കൂളിലെത്തിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പരീക്ഷ 23-നാണ് സമാപിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം വെള്ളിയാഴ്ചകളിൽ പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കുള്ള IT പരീക്ഷയാണ് സമാപന ദിവസമായ 23-ന് നടക്കുന്നത്. പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുന്നവരെ കൊടുക്കുന്നതിന് പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട്. 3 സ്ക്വാഡുകളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. കനത്ത വേനൽ ചൂട് മൂലം ഇക്കുറിയും എല്ലാ പരീക്ഷകളും ഉച്ചകഴിഞ്ഞ് 2 മുതലാണ് ആരംഭിക്കുന്നത്. അതാത് ദിവസത്തെ ഉത്തരക്കടലാസുകൾ അന്ന് തന്നെ രജിസ്ട്രേഡായി മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ എത്തിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനായി പരീക്ഷകൾ നടക്കുന്ന സ്കൂളുകളുടെ സമീപത്തെ പോസ്റ്റ് ഓഫീസുകൾ വൈകുന്നേരം 5:30 വരെ പ്രവർത്തിക്കും. പരീക്ഷാ പേപ്പറുകൾ അന്ന് തന്നെ അയക്കാൻ കഴിയാതെ വന്നാൽ സ്കൂളുകളിൽ സൂക്ഷിക്കണമെന്നും പിറ്റേന്ന് തന്നെ അയക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരീക്ഷാ പേപ്പറുകളുടെ സുരക്ഷയ്ക്കായി സ്കൂളുകളിൽ രാത്രിയിൽ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മത്സരയോട്ടത്തിനിടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഫർണിച്ചർ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും സമീപത്തെ തെങ്ങും ഇടിച്ചു തകർത്തു. കടുത്തുരുത്തി തോട്ടുവ റോഡിൽ അർണാശ്ശേരി സെന്റ് ജൂഡ് പള്ളിക്ക് സമീപം ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. മസ്ത ടിപ്പറിലുണ്ടായിരുന്ന ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചേർത്തല ഭാഗത്തേക്ക് പൂഴിമണ്ണ് കൊണ്ടുപോകുന്നതിനായി വിളയങ്കോട് ഭാഗത്തെ മണ്ണെടുപ്പ് കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് ലോറി അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി റോഡരികിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കെട്ടിടത്തിൻ്റെ ഭിത്തിയും മുൻവശത്തെ ഷട്ടറും തകർത്ത ലോറി സമീപത്തെ തെങ്ങിലിടിച്ച ശേഷം പുരയിടത്തിൽ കൂട്ടിയിട്ടിരുന്ന കരിങ്കൽ കൂട്ടത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് തെക്കേടത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശക്തി ഫർണിച്ചർ ഷോപ്പാണ് ലോറി ഇടിച്ചു തകർത്തത്. ശബ്ദം കേട്ടാ ഞാൻ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് ഒന്ന് നോക്കിയ സമയത്ത് ഈ വണ്ടി തെങ്ങും എല്ലാം കൂടെ കൂടിക്കൊണ്ടൊരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഞാൻ വണ്ടിക്കകത്ത് ആളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അതിന് ശേഷമാണ് ഈ ഇത്രയും ഭീകരമായിട്ട് ഈ സംഭവം ഇങ്ങനെ സംഭവിച്ചത് കാണുന്നത്. രാവിലെ ഓടുന്ന ഈ മരണപ്പാച്ചിൽ, ടിപ്പറുകാരുടെ ഈ മരണപ്പാച്ചിൽ, രാവിലെ തന്നെ 100ഓളം വണ്ടിയാണ് ഇതിൽ സ്ഥിരമായിട്ട് ഈ പോകുന്നത്. വെളുപ്പിന് 3 മണി തൊട്ട് ഈ മരണപ്പാച്ചിൽ എന്തായാലും ഇവിടെ ദൈവാനുഗ്രഹം കൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിയില്ലെങ്കിലും മനുഷ്യജീവന് ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട ലോറി ഇടിച്ചതിനെ തുടർന്ന് വട്ടമൊടിഞ്ഞ തെങ്ങ് നിലം പൊത്തുകയായിരുന്നു. അപകടത്തിൽ കട പ്രവർത്തിക്കുന്ന കെട്ടിടം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. ലോറിയുടെ മുൻവശവും അപകടത്തിൽ തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ ജയപ്രകാശാണ് ലോറിയിൽ കുരുങ്ങിക്കിടന്ന ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. വടയാർ പുന്നക്കാട്ടുതറ ജിത്താണ് ലോറി ഓടിച്ചിരുന്നത്. ഇയാളുടെ കാലിന് മാത്രമാണ് പരിക്ക് പറ്റിയത്. അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്നും പുറത്തിറങ്ങിയ ഡ്രൈവർ ഈ സമയം ഇതുവഴി എത്തിയ മറ്റൊരു ടിപ്പർ ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കടുത്തുരുത്തിയിൽ നിന്നുള്ള പോലീസ് സംഘം ലോറി തടഞ്ഞു നിർത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കെട്ടിടം പൂർണ്ണമായി തകർന്നോടെ 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ജയപ്രകാശ് പറഞ്ഞു. ജയപ്രകാശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ റോഡുകൾ രാജ്യാന്തര ലെവലുള്ള നല്ല റോഡുകളായി കഴിഞ്ഞപ്പോഴത്തേക്ക് യാതൊരു ചെറുവണ്ടികളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവരുടെ ഈ മരണപ്പാച്ചിൽ, ടിപ്പറുകളുടെ മരണപ്പാച്ചിലുകൾ സഹിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിട്ട് മാറിയിരിക്കുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡ് വഴി താമസിക്കുന്നവർക്ക് അതുപോലെ വഴി നടക്കുന്നവർക്കൊന്നും മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ ഈ മരണപ്പാച്ചിലിനെതിരെ ഇവരുടെ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന സർക്കാർ ഇതിൻ്റെ അനാസ്ഥ കാട്ടണുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞിട്ട് മണ്ണെടുപ്പ് യാതൊരു രീതിയിൽ നിയന്ത്രിക്കുന്നില്ല. പഞ്ചായത്തുകൾ ലൈസൻസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാതെ കണ്ട് യാതൊരു മാനദണ്ഡമില്ലാണ്ടാണ് മണ്ണെടുത്ത് പോകുന്നത്. ഇവിടെയുള്ള ഞങ്ങളുടെ ഈ മേഖലയിലുള്ള ആശ്ശേരി, തിരുവാമ്പാടി, കാപ്പന്തല മേഖലയിലുള്ള ഒറ്റ കുന്നുപോലും ഇപ്പോൾ ഇല്ല. മുഴുവൻ നിരപ്പാക്കി മണ്ണെടുത്തും
പടിഞ്ഞാറൻ മേഖലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ആവശ്യമായ രേഖകളുമായി എത്തിയാൽ സമയത്ത് വായ്പകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാങ്ക് അധികൃതർ. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വിവിധ ബാങ്ക് മാനേജർമാരുടെയും ഇൻഡസ്ട്രിയൽ ഓഫീസർമാരുടെയും യോഗത്തിലാണ് ബാങ്ക് മാനേജർമാർ ഇക്കാര്യം അറിയിച്ചത്. പലപ്പോഴും ആവശ്യമായ രേഖകളില്ലാതെയാണ് പലരും വായ്പകൾക്കായി ബാങ്കുകളെ സമീപിക്കുന്നതെന്നും മാനേജർമാർ പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പകൾ നൽകണമെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള രേഖകൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും ബാങ്കിൽ എത്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതൊന്നും നൽകാൻ പലരും തയ്യാറാകാത്തതാണ് പ്രശ്നമാകുന്നതെന്നും ബാങ്ക് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ വായ്പകൾ പരിധിയില്ലാത്തവിധം നൽകുന്നതിന് പരമാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കുടുംബശ്രീയുടെ അക്കൗണ്ടുകൾ NPA ആണ്. അപ്പോൾ അത് CDS ആയിട്ട് ടേക്കപ്പ് ചെയ്തിരുന്നു. അങ്ങനെ 4 അക്കൗണ്ടുകൾ ഞങ്ങൾ സെറ്റിൽ ചെയ്തു. പക്ഷേ വീണ്ടും 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള എമൗണ്ടുകളാണ് NPA ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഫേവർ ചെയ്ത് ഇൻട്രസ്റ്റ് മാക്സിമം തന്നെ മുഴുവൻ തന്നെ ഇൻട്രസ്റ്റ് അളവ് ചെയ്ത് ഞങ്ങളുടെ ആക്ച്വൽ സാക്രിഫൈസോട് കൂടിയാണ് 4 പേർക്ക് സെറ്റിൽ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് VOമാരോ CDS പ്രതിനിധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവർക്കാണ് കുടുംബശ്രീയായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ളത്. ഇപ്പം കാർഷിക വായ്പകൾ ഉൾപ്പെടെയുള്ള പരമാവധി വായ്പകൾ ആവുന്ന വിധത്തിൽ അർഹതപ്പെട്ടവർക്ക് നൽകുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന 6 പഞ്ചായത്തുകളിൽ നിന്നുമുള്ള SBT, SBI, സഹകരണ ബാങ്കുകൾ തുടങ്ങി എല്ലാ ബാങ്കുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ലീഡ് ബാങ്ക് മാനേജർ ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൻ്റെ ഉദ്ഘാടനം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയാസ് കുതിരവേലി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സോമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM പോൾ, കടുത്തുരുത്തി SBT മാനേജർ രാജഗോപാൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇത് കാർഷിക വായ്പകൾ സംബന്ധിച്ച് 100% അച്ചീവ്മെന്റ് നേടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് പരിധിയിൽ ഉള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ സംബന്ധിച്ചുള്ളതും ആശയങ്ങളൊന്നും ഇല്ലാതെ കാര്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അല്പം സ്വല്പം പരാതികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഉള്ളൊരു വിഷയം ഈ ഏരിയ സംബന്ധിച്ചുള്ളൊരു വിഷയം, എഡ്യൂക്കേഷൻ ലോൺ സംബന്ധിച്ചുള്ള ഏരിയ അതാത് ഏരിയയിലുള്ളത് നല്ല എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലേക്കുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ധാരണപ്രകാരം അതാത് ഏരിയയിൽ തന്നെ എഡ്യൂക്കേഷൻ ലോൺ കടുത്തുരുത്തി ബ്ലോക്ക് പരിധിയിൽ കൊടുക്കാൻ ബാങ്ക് മാനേജർമാർ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട്. തുടരാൻ ലീഡ് ബാങ്കിന്റെ ചെയർമാനും കൺവീനറും സമ്മതിച്ചിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്നവർക്ക് കൂലി 180 രൂപയായി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവർക്ക് മുമ്പ് 164 രൂപയാണ് ലഭിച്ചിരുന്നത്. ഇനി മുതൽ 180 രൂപയായി കൂലി വർദ്ധിപ്പിക്കും. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങളാണ് പദ്ധതിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ വനിതകളാണ് പ്രധാനമായും പണിയെടുക്കുന്നത്. തോടുകളും നീർത്തടങ്ങളും ജലാശയങ്ങളും മാലിന്യങ്ങൾ നീക്കി സംരക്ഷിക്കുന്നതും വാച്ചാലും കൈത്തോടുകളും ശുചിയാക്കുന്നതിനും ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയാണ് പഞ്ചായത്തുകൾ ആശ്രയിക്കുന്നത്. കടുത്തുരുത്തി സെന്റ് ജോർജ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോഴും നമ്മുടെ സെന്റ് ജോർജ് പോലെയുള്ള മാനേജ്മെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു കുറവും കൂടാതെ ഇവിടെ തന്നെ പഠിക്കുന്നതിനും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതിനും മാതാപിതാക്കൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ്റെയും അതുപോലെ തന്നെ കൊച്ചച്ഛൻ്റെയും ഒക്കെ ഇടപെടലുകൾ വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എവിടെ PTA-യും അതുപോലെ തന്നെ മാനേജ്മെന്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒത്തൊരുമയോടുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവിടുത്തെ സ്കൂളിന്റെ പഠന നിലവാരവും അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവവൽക്കരണവും ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. സ്കൂൾ മാനേജർ ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LSS വിജയികളെ അനുമോദിക്കലും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ഫാദർ ആന്റണി ഇരുവേലിക്കുന്നേൽ, ഫാദർ ജോസഫ് മേച്ചേരിൽ, PTA പ്രസിഡന്റ് ടോമി പടവരികൽ, പ്രധാന അധ്യാപിക സിസ്റ്റർ വിമല എന്നിവർ പ്രസംഗിച്ചു. കരിവഞ്ചിപ്പാട്ടായി ശരത്കാല
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ സമ്മേളനം 15, 16, 17 തീയതികളിൽ കോട്ടയത്ത്. ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ 15-ന് ഉച്ചയ്ക്ക് 1 മുതൽ മുടക്കമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കടുത്തുരുത്തിയിൽ നിന്നും പുറപ്പെടുന്ന വാഹനങ്ങൾ ഉച്ചകഴിഞ്ഞ് 2:45-ന് വ്യാപാര ഭവനിൽ എത്തിച്ചേരണമെന്നും യൂണിറ്റ് പ്രസിഡന്റ് ജോണി കടപ്പൂരാനും സെക്രട്ടറി ചന്ദ്രശേഖരൻ വെട്ടത്തും അറിയിച്ചു. കോട്ടയം ജില്ലയിലെ ജില്ലാ സമ്മേളനം ഈ വരുന്ന മാർച്ച് മാസം 15, 16, 17 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. 15-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും, കോട്ടയം ജില്ലയിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ചെറുകിട വ്യാപാര രംഗത്തേക്ക് വിദേശ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റവും, അതുപോലെ തന്നെ വാടക കുടിയാൻ സംരക്ഷണവും, വാടകക്കാർ ഒഴിപ്പിക്കുന്ന പുതിയ നിയമങ്ങൾ, അത് സ്വയം തൊഴിൽ ചെയ്യുന്ന വാടകയ്ക്കിരിക്കുന്ന വ്യാപാരികളെ യാതൊരു കാരണവുമില്ലാതെ ഇറക്കിവിടുന്ന ഒരു സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ മായം ചേർക്ക നിരോധന നിയമപ്രകാരം പുതിയതായി വന്നിരിക്കുന്ന സേഫ് ഫുഡ് ആക്ടിനനുസരിച്ച് എടുക്കുന്ന നടപടികൾ, അത് കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കുന്ന നടപടികൾ ഞാൻ കാലാകാലങ്ങളിൽ അതിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നതാണ്. പുതിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം വ്യാപാരികളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെ ആയിട്ട് കൂടിയാണ്. ഇടിമിന്നലേറ്റ് പെരുവയിലും വടയാറിലുമായി 2 പേർ മരിച്ചു. പെരുവ കാരിക്കോട് കരിമ്പിലെ ഇഷ്ടികക്കളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. കളത്തിലെ പണികൾക്ക് ശേഷം സമീപത്ത് കുളത്തിൽ കുളിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇദ്ദേഹം. വടയാറിൽ താറാവ് തീറ്റിക്കുകയായിരുന്ന കർഷകനാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. പാടത്ത് മരിച്ച നിലയിൽ കിടന്ന ഇദ്ദേഹത്തെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കൃഷിഭവൻ മുഖേന കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വളം, പമ്പ് സെറ്റ്, സ്പ്രെയർ, വനിതകളുടെ പച്ചക്കറി കൃഷി എന്നിവയ്ക്കാണ് ആനുകൂല്യം നൽകുന്നത്. ആവശ്യമുള്ളവർ ഗുണഭോക്തൃ വിഹിതമടച്ച് മാർച്ച് 15-ന് മുമ്പ് ഞെരൂർ കൃഷിഭവനിൽ അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഗുഡ്സ് ട്രെയിൻ തകരാറിലായതിനെ തുടർന്ന് കോട്ടയം എറണാകുളം റെയിൽവേ ലൈനിൽ 3/4 മണിക്കൂറോളം റെയിൽ ഗതാഗതം സ്തംഭിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 5:40 വാലാച്ചിറ റെയിൽവേ ഗേറ്റിന് സമീപമാണ് ട്രെയിൻ നിന്നത്. എറണാകുളത്തു നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ കടുത്തുരുത്തി വലിയതോടിന് കുറുകെയുള്ള പാലം കഴിഞ്ഞുള്ള ചെറിയ കയറ്റത്തിലെത്തിയതോടെ നിന്നു പോവുകയായിരുന്നു. ഏറെ സമയം നോക്കിയിട്ടും ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് പുറകോട്ട് ഓടിച്ചു കൊണ്ടുപോയി ആപ്പാഞ്ചിറയിലെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 2.35 കോടി രൂപ അനുവദിച്ചതായി മോൻസ് ജോസഫ് MLA അറിയിച്ചു. SSLC പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കം. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകൾ ബാങ്കുകളിലും ട്രഷറിയിലും എത്തിച്ചു. മത്സരയോട്ടത്തിനിടെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഫർണിച്ചർ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും സമീപത്തെ തെങ്ങും ഇടിച്ചു തകർത്തു. ആവശ്യമായ രേഖകളുമായി എത്തിയാൽ സമയത്ത് വായ്പകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാങ്ക് അധികൃതർ. ട്രൂ വിഷൻ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.